നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് പത്തനാപുരം പുനലൂർ നിയോജക മണ്ഡലങ്ങളിലെ രണ്ട് പ്രദേശങ്ങളാണ്. മൈക്കാമൺ, ചെറുകടവ് എന്നീ മേഖലകളാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആനയുടെ ശല്യമാണ്. ജനവാസ മേഖലയിൽ ആനകൾ നിൽക്കുമ്പോൾ ആനകളെ തുരത്തി വനത്തിലേക്ക് കയറ്റാതെ ട്രെഞ്ച് എടുത്തത് മൂലം ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. മഹാദേവർ മണ്ണ് സ്കൂളിന്റെ സമീപത്താണ് നമുക്കുള്ളത്. ഈ സ്കൂളിനോട് തൊട്ട് ചേർന്നുള്ള പ്രദേശം ഇത് വനമേഖലയാണ്. കിടങ്ങുകളുടെ അപര്യാപ്തത മൂലം ഇപ്പോൾ ആനകൾ തമ്പടിക്കുന്ന പ്രധാന മേഖലകളിലൊന്നാണ്. ഈ സ്കൂളിലാണ് നമ്മളിവിടെ നിരവധി കുട്ടികൾ പഠനത്തിനായി എത്തുന്നത്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള അധ്യാപകരും ഒക്കെ എത്തുന്ന ഒരു സ്കൂളാണ്. ഈ ആനയുടെ ശല്യം മൂലം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ രക്ഷിതാക്കൾ ബുദ്ധിമുട്ടുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് എത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ രാവിലെ തോട്ടത്തിലൊക്കെ പോകുമ്പോൾ ആനയെ കണ്ടവർ തന്നെ നിരവധിയുണ്ട്. ചേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ആനയുടെ ശല്യം? എങ്ങനെയുണ്ട്? ഇവിടെ ആനയുടെ ശല്യം എന്ന് പറഞ്ഞാൽ രണ്ട് ആഴ്ച കൊണ്ട് സ്ഥിരമായിട്ട് ഇവിടെ കൃഷി സ്ഥലങ്ങളിൽ ഇറങ്ങി ഉള്ള തെങ്ങും കമുകും കാര്യങ്ങളും എല്ലാം എടുത്ത് നശിപ്പിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഞാൻ ഒരു 3 മണിയാകുന്ന വെട്ടാൻ പോകുന്ന ആനയെ നേരിട്ട് കണ്ടായിരുന്നോ? നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ചക്ക പറിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് മൊബൈലൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. നമ്മളെ ഈ അപകടകാരിയല്ലേ നമ്മളന്നേരം? അപകടകാരി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ചോണ്ട് പോകുന്നുണ്ട്. പിന്നെ ആനയെ കണ്ടിട്ടുണ്ട്. അത് അന്നേരം കയറി പോകുന്നുണ്ട്. പക്ഷേ അവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ ഇഞ്ചപ്പള്ളി. പക്ഷെ അതിനൊന്നും യാതൊരു പ്രയോജനമില്ലാതെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ആനയെ അപ്പുറത്ത് കടത്തി വിടാതെ ഈ ഫോറസ്റ്റുകാർ എന്ത് പരിപാടിയായത് കാണിക്കുന്നതെന്ന് എനിക്കറിയാം. അതൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് നിലനിൽക്കുകയാണ്. നമ്മൾ പൊതുപ്രവർത്തകരൊക്കെ ആയത് സ്ഥിതിക്ക് നമുക്കൊരു ചെറിയ ചോദ്യം ചോദിക്കുള്ളത്, ഈ ആനകൾ ജനവാസ മേഖലയിൽ വന്നതിന് ശേഷം ട്രെഞ്ച് എടുക്കുമ്പോൾ ഇതിനെ വനത്തിലേക്ക് കയറ്റി വിടാത്തൊരു നിലപാടുണ്ടെന്നാണ് പൊതുവെ ഒരു ആരോപണം വന്നത്. അങ്ങനൊരു ആരോപണം നിലനിൽക്കുന്നത് ശരിയാണോ? അങ്ങനൊരു ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ ട്രെഞ്ച് എടുത്തേക്കുന്നത്. ഇപ്പം എടുത്താണ് നാട്ടുകാരുടെ നിരന്തര ആവശ്യം കൊണ്ട് ഫെൻസിങ് ശാശ്വത പരിഹാരം അല്ലാത്തത് കൊണ്ടാണ് ട്രെഞ്ച് എടുത്തത്. പക്ഷെ ട്രെഞ്ച് എടുത്തതിനകത്ത് അപര്യാപ്തത ഉണ്ടെന്നാണ് പൊതുവെ നാട്ടുകാർ പറയുന്നത്. അതിനേക്കാൾ ഉപരി ഈ ട്രെഞ്ച് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ആനയെ അപ്പുറത്ത് കുടുങ്ങിപ്പോയ ആനയെ അപ്പുറത്ത് കടത്തിവിട്ടായിരുന്നു. ട്രെഞ്ച് എടുത്ത് അവസാനം വരുന്ന ഒരു 50 മീറ്റർ മാറ്റിയിട്ടതുകൊണ്ട് ഇതിനെ അപ്പുറത്ത് കടത്തിവിട്ടായിരുന്നു. അതിന് ശാശ്വത പരിഹാരം കാണാൻ ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. സഹകരണമല്ല ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ചാൽ എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു മനു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഈ ചെറുകിട ഭാഗത്തുള്ള അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ആന വന്ന് നിരന്തരമായി ശല്യം ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ആൾക്കാർ വന്ന് ചോദിച്ചപ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് വന്യമൃഗങ്ങളെ ഫോറസ്റ്റിന്റെ ആ പരിധിക്ക് തന്നെ നിർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള സമയം വളരെ അതിക്രമിച്ചിരിക്കുക. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കൃഷിനാശവും ആൾനാശവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് ആ പ്രദേശം നോക്കുന്ന ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെതിരെ ഒരു നല്ല ശക്തമായ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരും കാര്യക്ഷമമായി ജോലി ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും. നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കിടങ്ങെടുത്തപ്പോൾ തന്നെ വന്ന അപാകത ഈ ഇതിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് വന്നതാണ്. കാരണം ഈ കിടങ്ങെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വന്യജീവികളെ ഇതിന് മലയ്ക്കകത്ത് കയറ്റി വിട്ടിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാകത്തില്ലായിരുന്നു. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് ഈ ഒരുപാട് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. പകൽ വെളിച്ചത്തിൽ പോലും ആന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കിടങ്ങെടുത്തേക്കുന്നതിൽ പോലും ഒരുപാട് അപാകതകളുണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് രീതിയിലല്ല കിടങ്ങിന്റെ പ്രവർത്തനങ്ങൾ തന്നെയും നടന്നിരിക്കുന്നത്. ഒരു യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കിടങ്ങ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വേണ്ടപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലാണ് കിടങ്ങെടുക്കേണ്ടത്. ഇത് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വനത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ സംരക്ഷിക്കുന്ന രീതിയിലൊക്കെയാണ്. അപ്പൊ ഈ പുറത്ത് ജനവാസ മേഖലയിലുള്ള ആനകൾ യാതൊരു കാരണവശാലും തിരിച്ച് കാട്ടിലേക്ക് കയറരുത്, ജനങ്ങളെ തന്നെ ശല്യം ചെയ്യണം, ആ രീതിയിലാണ് ഇപ്പോൾ ഈ കിടങ്ങിന് വന്നിരിക്കുന്ന ഒരു സംഭവം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ താമസിക്കുന്ന മേഖലകളിൽ കിടങ്ങും അത് കണക്ക് തന്നെ സോളാർ ഫെൻസിങ്ങും കറക്റ്റായ രീതിയിൽ തന്നെ ഉണ്ട്. എന്നാൽ കൃഷിക്ക് ആവശ്യമായ മേഖലകളിലൊന്നും ഇത് എത്തിപ്പെട്ടിട്ടുമില്ല. കൃഷിയെ സംരക്ഷിക്കുന്ന നിലയിൽ യാതൊരുവിധ സുരക്ഷയും ഈ ഫോറസ്റ്റ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുവെ വരുന്നത്. അത് ശരിയായ ഒരു അഭിപ്രായമാണോ?
അത് കൃഷി മേഖലയിലേക്ക് ആനകൾ ഇതിപ്പോ ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല. ഇപ്പൊ ഒരു 3 വർഷത്തോളമായിട്ടാണ് ഇവിടെ പിന്നെ ആനകളുടെ ശല്യം. ആനകളുടെ ശല്യം തുടർച്ചയായിട്ട്. ഇപ്പൊ തന്നെ നമ്മൾ തന്നെ ചണ്ണക്കമൺ മേഖലയിൽ കഴിഞ്ഞ മുൻപ് മുമ്പ് നമ്മളൊരു ഒരു വീഡിയോ നമ്മുടെ എടുത്തു. തന്നെ ഈ ഞാനുണ്ട് ഇവിടെ അതെ, ചോദിക്കേണ്ട പ്രോഗ്രാമായിട്ട് പോകുന്നുണ്ട്. വന്നിരുന്നത്. അതിനകത്ത് ഞാൻ സംസാരിച്ച കാര്യം അന്ന് നമ്മൾ ചോദിച്ച പല ചോദ്യങ്ങളും ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ നിൽക്കുകയാണ്. അതിനകത്ത് അന്ന് നമ്മൾ ചോദിച്ച 2 കാര്യങ്ങളിൽ ഒന്ന്, ഈ ആനകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. അതിനനുസരിച്ച് അവരെയോ മറ്റ് മൃഗങ്ങളെയോ ഇവിടുന്ന് തുരത്താനോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ് ഇവിടില്ല. ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നല്ല ആൾക്കാരും ഉണ്ട്. എന്നാൽ ഞങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യമാണ്. നിങ്ങൾ അത്ര നമുക്ക് ഔദാര്യം കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അല്ല, എന്നാൽ അതിലുപരി പൊതുവെ വനം വകുപ്പിനോട് നമ്മളൊരു ആവശ്യം പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും മനസ്ഥിതിയില്ലാത്ത നിരവധി ഉദ്യോഗസ്ഥർ ഈ ബീച്ച് ഏരിയയിൽ ഉണ്ടെന്നുള്ള ഒരു പരാതിയും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ, ഡെപ്യൂട്ടി ആയാലും അവരൊക്കെ എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് തന്നെ. ഞാൻ ഇപ്പൊ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിൽ തന്നെ ആ തെങ്ങൊക്കെ എടുത്തപ്പോൾ തന്നെ പുള്ളി എന്ന് പറഞ്ഞു അക്ഷയയിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യും, അതിനുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യാന്ന് പറയും. പക്ഷെ അങ്ങനെ ആൾക്കാരുള്ള കൂട്ടത്തിൽ തന്നെ ഒരാളോ 2 പേരോ മതിയല്ലോ മറ്റുള്ളവരോട് പേരുവശം കേൾപ്പിക്കാൻ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെയും നമ്മൾ ഒരു പരിധിക്കുള്ള അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ആനകളുടെ എണ്ണം ഓൾറെഡി കൂടിയൊക്കെ വേണം എന്ന് വെച്ചാൽ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുക. ഇവിടെ വിളിക്കുമ്പോഴായിരിക്കും അപ്പുറത്തും വിളിക്കുന്നത്. അപ്പുറത്ത് വിളിക്കുമ്പോൾ അവിടെ ആകപ്പാട് ഇവിടെ ഉള്ളത് ഒരു വണ്ടിയാണ്. നമ്മൾ അപ്പുറത്ത് അന്ന് സംസാരിച്ചവൻ പറഞ്ഞാൽ എല്ലായിടത്തും ഇവർക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല. ഈ നാട്ടുകാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇവിടെ സ്കൂൾ ഇപ്പൊ തുറക്കാറായിരിക്കുക. ഇവിടെ സ്കൂൾ കുട്ടി പകൽ സമയത്ത് പോലെ ആനയുടെ ശല്യം. ഒരു ആശുപത്രി സമയത്ത് രാത്രിയിൽ ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. വാഹനങ്ങളായിട്ട് പോകാനുള്ള പേടി. എന്ത് അത്യാവശ്യമായിട്ടും അവിടെ എത്താൻ പറ്റുന്നില്ല. പിന്നെ ഇതിനേക്കാൾ ഉപരി നമ്മൾ അന്നും പറഞ്ഞൊരു കാര്യമാണ് ഇവിടുത്തെ മൊബൈലിന്റെ ടവർ. ഈ മേഖലയിൽ ആകപ്പാടെ ആശ്രയമായിട്ടുള്ള ഒരു BSNL ടവറാണ്. അതിപ്പോഴും നിങ്ങൾക്ക് നോക്കിയോ, ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ തന്നെ കോൺടാക്ട് ചെയ്യാനോ അല്ലെ കാണാനോ പലരെയും വിളിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അതെ. അപ്പം ആ റേഞ്ച് ഇല്ലാത്ത ഒരു അവസ്ഥ. ഇത് ഇടയ്ക്ക് ഒരു ടവർ വന്ന് 4G ആക്കുന്നു 5G ആക്കുന്നൊക്കെ പറഞ്ഞ് വന്നതല്ലാതെ ഇപ്പൊ ഉള്ളത് കൂടി ഇല്ലാതായി. അപ്പൊ അപ്പുറത്തങ്ങോട്ട് ഒരു ആനയുണ്ട് അല്ലെങ്കിൽ ഒരു ആന നിൽപ്പുണ്ട്, അതുവഴി പോകരുതെന്ന് വിളിച്ച് ഒരാളോട് പറയാൻ പറ്റാത്തൊരവസ്ഥ, ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ കയ്യിൽ ഇതിന് വേണ്ടുന്നുള്ള ആയുധങ്ങളോ മറ്റ് സാധനങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു പടക്കോ ഒരു കമ്പും കൊണ്ട് പോയി ആനയെ ഓടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഇതിന് നല്ല രീതിയിലൊരു ഇതെടുത്ത് ഈ ആനയെ ഈ ജനവാസ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ച് ഈ ട്രെഞ്ചിന് അപ്പുറത്താക്കി ട്രെഞ്ച് ഫുൾ രീതിയിൽ ഫലവത്താകുന്ന രീതിയിൽ എടുത്ത് എല്ലാവരും സംരക്ഷണം കൊടുക്കണമെന്നാണ് നമുക്ക് അവര് പറയുന്നത്. ആവശ്യപ്പെടുന്ന വളരെ ന്യായമായ ആവശ്യങ്ങൾ ഇപ്പൊ നമ്മളോട് സംസാരിച്ചവരെല്ലാവരും നമ്മളോട് പറഞ്ഞത് ട്രെഞ്ചിന്റെ ഒരു പര്യാപ്തത ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ മൊബൈൽ ടവറിന്റെ പര്യാപ്തത ചൂണ്ടിക്കാണിച്ചു. അത് വളരെ അടിയന്തരമായിട്ട് വേണ്ടുന്ന ഒരു സംവിധാനമാണ്. കാരണം ഒരു ഇരുചക്ര വാഹന യാത്രക്കാരോ വല്ലതും ഒരു ആന വരുമ്പോൾ പെട്ടുപോയാൽ നീ അതുവഴി വരരുത് എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. വന്ന് ആനയുടെ ഇടയിൽ പെട്ടുപോകേണ്ട ഒരവസ്ഥയാണ്. അങ്ങനെ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ലഭിക്കുന്ന നിലയിലുള്ള അഭിപ്രായങ്ങളാണ് ഇവർ നമ്മളോടൊപ്പം പറയുന്നത്. പകൽവട്ടത്ത് പോലും ഭയപ്പാടോടുകൂടി യാത്ര ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. കാരണം ഈ ഇരുചക്ര വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുന്നത്. നമുക്ക് വരുന്ന ഹെൽമെറ്റ് ഒന്ന് മാറ്റി തൊട്ട് മുകളിൽ അങ്ങോട്ട് ഇനി ഈ വാഹനം ചെന്നെത്തുന്നത് ഒരു വലിയ വനത്തിലേക്കാണ്. ഈ വനത്തിന് ഇരുവശവും ആനകൾ തമ്പടിക്കുന്ന സ്ഥലം. നമ്മുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സനൽകുമാർ. പ്രദേശവാസിയാണ്. ഞാൻ ഈ വാർഡ് വികസന സമിതിയുടെ പ്രസിഡന്റാണ്. ഇവിടുത്തെ പൊതുപ്രവർത്തകനാണ്. മറ്റു പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പോഴേ ഇപ്പം നിങ്ങളിത് പറയുന്നത് ഞാൻ കേട്ട് ഈ സംഭവത്തെ പറ്റി. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് ഇവിടെ വളരെ സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഇവിടുത്തെ വനം വകുപ്പുകാർ റീബിൽഡ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങളെ 2 ചേരിയിലായി. കാരണം 5 ഏക്കർ വസ്തു ഉള്ളവനും 3 സെന്റ് വസ്തു ഉള്ളവനും 15 ലക്ഷം രൂപ കൊടുക്കും. ആ ഒരു പദ്ധതി വന്നപ്പോഴത്തേക്കും ഈ 3 സെന്റ് വസ്തുക്കാരും അല്ലെ 10 സെന്റ് താഴെയുള്ളവരെല്ലാം ഫോറസ്റ്റിന് അനുകൂലമായി. എന്നിട്ട് കൂടുതൽ വസ്തു ഉള്ളവര് അപ്പൊ ഈ കൂടുതൽ വസ്തു ഉള്ളൊരു തർക്കം ഉണ്ടാക്കിയപ്പോ എന്തില്ല, അവര് നമ്മളെ കയറി ഈ കുറച്ച് വസ്തു ഉള്ളവർ നമ്മളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിയത്. ജനത്തെ 2 ജയിലിലാക്കിയത് ഭിന്നിപ്പിച്ചാണ് വനംവകുപ്പ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ നമ്മുടെ കേന്ദ്ര കൃഷി വകുപ്പിന്റെ ഒരു 100 കോടി രൂപ കൊണ്ടുവന്നിട്ട് സിഡ്കോ ഈ പദ്ധതി എടുത്ത് ഇവിടെ കിടങ്ങ് നിർമ്മിച്ചത്. അപ്പൊ ഈ കിടങ്ങ് നിർമ്മിച്ച് പിന്നെ ഇത് ഈ സാഹചര്യം വന്നപ്പോഴേ ഇവിടെ ഒരു വലിയ ഭവിഷ്യത്തുണ്ടായ അന്ന് MLA-യും ഞാൻ പിന്നെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വാർഡ് മെമ്പർ, പിന്നെ പത്തനാപുരം റേഞ്ച് ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജയൻ, കുറെ ആൾക്കാർ ഇങ്ങനെ എല്ലാവരും അവിടെ വന്നപ്പോൾ ഞാൻ ഒരു ഗൗരവമായ ഒരു വിഷയം അവതരിപ്പിച്ചു. കാരണം ഈ കുറച്ച് ആനകൾ ഇവിടെ നിൽക്കുകയാണ്, ഈ കിടങ്ങിന് ഇപ്പുറം നിൽക്കുക. അപ്പൊ ഇവയെ അപ്പുറത്താക്കാതെ ഈ കിടങ്ങ് നിർമ്മിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമുക്ക് നിലവിൽ ഇപ്പം ഉള്ള ഏറ്റവും വലിയ ഭീഷണി അതാണ്. അപ്പൊ അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ
അന്ന് ഇവിടുത്തെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജയം പറഞ്ഞത്, പിന്നെ അവരെ കൊണ്ട് ഇപ്പൊ വനം വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്ന കുറച്ച് സ്ഥലമുണ്ട് നമ്മുടെ വലിയറപ്പച്ചയിൽ. ആ. അപ്പൊ അവരെ അങ്ങോട്ട് അടിച്ചു കളഞ്ഞിട്ട് അവിടുന്ന് വേണ്ട സംരക്ഷണം കൊടുത്തോളാം, അല്ലാതെ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അത് കേട്ടപ്പോ MLA പറഞ്ഞത് അങ്ങനെ ചെയ്യുമെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, അതെങ്ങനെ ഞങ്ങൾക്ക് കാട്ടാനകളെ ഓടിച്ചു വിട്ടിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്ന പറഞ്ഞ ആനകൾ അവിടെ നിൽക്കും? അത് ഒരു ബുദ്ധിശൂന്യമായ നടപടിയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ല, പിന്നെ ഇവരെ അപ്പുറത്ത് കൊണ്ടാക്കിയിട്ട് അവിടുന്ന് വേലി നിർമ്മിച്ചോളാം. വേലി വേലി നിർമ്മിച്ചോളാം. നിർമ്മിച്ചിട്ട് നമുക്ക് സംരക്ഷണം തരാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ അലുമുക്ക് അച്ചങ്കോട് റോഡ് കിടക്കുന്ന ജനങ്ങൾ ഒരുപാടുള്ള മേഖലയാണ്, അവിടെ ബുദ്ധിമുട്ടുണ്ടാവുന്ന പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, ഞങ്ങൾ അത് പരിഹരിച്ചു തരാം, ഞങ്ങൾ പൂർണ്ണമായും അതിനുള്ള പരിഹാരം കണ്ടെത്തി തരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ പുനലൂർ മണ്ഡലം മറ്റേ പത്താറ് മണ്ഡലം അല്ലേ, ആ. പുനലൂർ മണ്ഡലത്തിലെ MLA പറഞ്ഞാൽ അങ്ങനെ പരിഹരിച്ച് തരുമെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ മാറി കിട്ടുമെങ്കിൽ നല്ലത്. മാർക്കിട്ട് നമ്മളായിട്ട് മറ്റൊരു തർക്കത്തിലേക്ക് പോകേണ്ടത്. പക്ഷെ അതിനുശേഷം ഇന്ന് വരെ ഇതിന് യാതൊരു പരിഹാരം കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല, ജനത്തിന് പിന്നെയും ചോദിച്ചുകൊണ്ട് ഇപ്പം ഓരോ തവണയും ഇവിടെ മൃഗങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളെ ഈ ജനവാസ മേഖലക്കകത്തുള്ള ആനകൾ അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് ഈ കിടങ്ങൾ എടുത്തത്. അതെ അതെ. ഈ ആനകൾ ഇപ്പൊ വനത്തിൽ കയറി പോകാൻ പറ്റാതെ ഉള്ള താമസക്കാരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അതെ, ഈ മൂലമൺ പ്രദേശത്ത് നിന്ന് ഇവിടുത്തെ ആൾക്കാരെ മുഴുവൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ദിവസവും പിന്നെ ആളുകൾക്ക് പരാതി പറയാൻ പരിഹാരം കണ്ടെത്താൻ നോക്കുന്നില്ല, പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴും. അല്ല, നമുക്കിത് ശാശ്വത പരിഹാരം എന്ന നിലയിൽ നമുക്ക് എന്താണ് ഒരു സജഷൻ വെക്കാനുള്ളത്? ആനകളെ പൂർണ്ണമായും ഓടിച്ചു വിടുക എന്നുള്ളതല്ലേ? ശാശ്വതമായ പരിഹാരം എന്ന് പറയാനെ കൊണ്ട് ഇപ്പൊ ഈ നമ്മുടെ ഈ ഇഞ്ചപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിന്റെ അടിവശത്തൂടെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. ഈ ആനകളെ അതിലേക്കൂടെ ഓടിച്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് അവിടെ റെയിൽവേയുടെ ഗൈഡ്, നമ്മൾ പാലം ഗൈഡ് ഉണ്ടല്ലോ, അപ്പൊ അത്തരം സാധനങ്ങളിട്ട് ഒരു ഗേറ്റ് പോലെ ആക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങോട്ടുള്ള മൃഗങ്ങളുടെ ശല്യം മാറും. ചെറുകടവ് ഭാഗത്തുള്ളവരുടെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ സോളാർ വേലികൾ ഫലപ്രദമല്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ നമുക്ക് കാണാം അവിടെ കമ്പികളൊക്കെ വളഞ്ഞൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും തീരെ കനം കുറഞ്ഞ സോളാർ വേലികളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ഈ സോളാർ വേലികൾ കടന്ന് ആനകൾ ഇപ്പുറത്ത് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഏറ്റവും ബുദ്ധിയുള്ള മൃഗമാണ് ആനയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതാണ്ട് നമുക്ക് എനിക്ക് പുറകിലായി കാണുന്ന ഈ ഒരു ആഞ്ഞിലി മരമാണ്. ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആന തെള്ളിയിട്ടതാണ്. സാധാരണ ഈ സോളാർ വേലി കടന്ന് ഇപ്പുറത്ത് എത്താനായിട്ട് ഈ ആനകൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള മരങ്ങൾ ഈ സോളാർ വേലിക്ക് മുകളിലേക്ക് തള്ളിയിടും. തള്ളിയിട്ടതിന് ശേഷം ചവിട്ടി ഈ സോളാർ വേലികൾ ചവിട്ടി താഴ്ത്തി അനായാസം, തൊട്ടിപ്പുറത്ത് ജനവാസ മേഖലയാണ്, ഈ ഒരു വനാതിർത്തിയോടുള്ള ഈ ഒരു റോഡ് ആണ് ഇവർക്ക് ആകെ ഉള്ള ഒരു അതിർത്തി. തൊട്ടപ്പുറത്ത് ആനകളുള്ള കടുവ ഉൾപ്പെടെയുള്ള കടുവയുടെ സാന്നിധ്യം കണ്ട വനമാണ്. ഒരു പ്രായാധിക്യത്തിൽ ഒരു കടുവ തൊട്ടപ്പുറത്തൊരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് തോടിന്റെ സൈഡിലായിട്ട് ചത്തു കിടന്നത്. അതുപോലെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ആനകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഏറ്റവും തൊട്ടു താഴെയായി കാണുന്നത് ജനവാസ മേഖലയാണ്. ഇങ്ങനെ അങ്ങോട്ട് ജനവാസ മേഖലയാണ്. ഇവിടെയാണ് ഇപ്പോൾ ആനകൾ ഏറ്റവും കൂടുതൽ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്. രസകരമായ ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളാർ വേലിക്ക് അകത്തു നിന്നുള്ള ആനകളല്ല ഇപ്പോൾ ഇവിടെ നാശം വിതയ്ക്കുന്നത്. ഇവിടെ ഈ സോളാർ വേലികളും തൊട്ടപ്പുറത്തായിട്ട് കിടങ്ങുകൾ എടുത്തു. ഈ കിടങ്ങുകൾ എടുക്കുന്ന സമയത്ത് ജനവാസ മേഖലയിൽ 4 ആനകൾ പെട്ടിരുന്നു. ഈ ആനകൾക്ക് തിരിച്ച് വനത്തിലേക്ക് കയറാൻ കഴിയാതെ ഈ ആനകളാണ് ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇറങ്ങുന്ന ആനകൾക്ക് അസാമാന്യം വലിപ്പമുള്ളതാണെന്ന് മനസ്സിലാക്കാം. 2 ആനകളുടെ പാടുകൾക്കകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ 2 കാലുകൾ അനായാസത്തിൽ നിൽക്കാൻ പറ്റും. അത്തരത്തിലുള്ള വലിപ്പമുള്ള കാൽപ്പാടുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മൊത്തം ഭയങ്കര വലിപ്പമുള്ള ആനയുടെ കാൽപ്പാടുകളാണ് ഇവിടെ. ഇവിടെയൊക്കെ നല്ല വൃത്തിക്ക് കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്. ചീനി, ചേമ്പ് ഉൾപ്പെടെ, കാച്ചിൽ ഉൾപ്പെടെ ഇഷ്ടംപോലെ, വാഴയൊക്കെ ഉൾപ്പെടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതിപ്പം വളരെ ചെറുപ്പത്തിലെ തന്നെ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. ആനയുടെ ശല്യം മുൻപ് ഇത്തരത്തിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ എത്ര നാളുകൊണ്ടായി ആനയുടെ ശല്യം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഈ അടുത്തിടെ കൊണ്ടാണ് ഇത്രയും ആനയുടെ ശല്യം വർദ്ധിച്ചു വന്നത്. കാരണം ഈ ഇന്നലെയൊക്കെ ഇത് കണ്ടില്ലേ, ഇത് മൊത്തവും നശിപ്പിച്ചത്. ഇന്ന് വെളുപ്പിനെ കണ്ട് ചെയ്തത്. ഇന്നലെ തുടർച്ചയായിട്ട് 6 ദിവസമായിട്ട് ഇവിടെ ആനയാണ്. അപ്പോൾ ഈ വീട്ടുകാരൊക്കെ പ്രായമുള്ള അച്ഛനും അമ്മയും അവരെല്ലാം ഇപ്പം മക്കളൊന്ന് കൊണ്ടുപോയി. ഈ കിടങ്ങെടുത്ത ശേഷമാണ് ഇത്ര ഈ വിഷയമായി ഇത്രയായത്. ആന മൊത്തം ഇപ്പുറത്തും കിടങ്ങിനിപ്പുറത്ത് പോയി ആനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. നമ്മുടെ ഈ നമ്മൾ നിൽക്കുന്ന ഈ പുരയിടത്തില് താമസക്കാർ പ്രായമായ ഒരു അച്ഛനും അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. ആനയുടെ ശല്യം പേടിച്ച് ഇവരെ മക്കൾ ഇവിടുന്ന് കൊണ്ടുപോയി. ഇന്നലെ കൊണ്ടുപോയി. എവിടെ
തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. നാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പറഞ്ഞ 6 ദിവസമായിട്ട് ആനയാണ് ഇരുവിനകത്ത്. അപ്പോൾ മൊത്തം കവുങ്ങും തെങ്ങും മൊത്തവും നശിപ്പിച്ചിട്ടേക്കുക. ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ആന ഇന്നലെ ഉണ്ടായിരുന്നു. ഈ അങ്ങോട്ട് കക്കൂസിന്റെ ടാങ്ക് പൊളിക്കാൻ നോക്കിയത്. അല്ല, ഈ ശല്യക്കാരായ ആനകള് ഏകദേശം എത്ര എണ്ണമാണ് ഇപ്പൊ ഈ മേഖലകളിൽ ഉള്ളത്? ഈ മേഖല ഈ കാനയം പിന്നെ ഈ കക്കപ്പന്നി തൊട്ട് ഇങ്ങോട്ട് കാഞ്ഞങ്ങപ്പാറ, മൂലമണ്ണ്, ചെറുകിട കിഴക്ക് ഭാഗം മൊത്തം ഈ ഏരിയ മൊത്തം ആനയുള്ളൂ. തോനെയുണ്ട്. തോനെ ആനയുണ്ട്. ഈ ആനകളുടെ ശല്യം കൂടാതെ മറ്റു മൃഗങ്ങളുടെ ഏതെങ്കിലും ശല്യം ഇവിടെ ഉണ്ടാവുന്നുണ്ടോ? കാട്ടുപോത്തുണ്ട്. താപ്പോട്ട് പോയി നോക്ക്. പിന്നെ ബ്ലാവൊക്കെ ഇറങ്ങി കൃഷി നശിപ്പിച്ചിട്ടായിരുന്നു. മൊത്തം ശല്യങ്ങളുണ്ട്. എല്ലാ ജീവികളുടെയും ശല്യമുണ്ട് ഇവിടെ. ഏറ്റവും നമുക്ക് അപകടകാരിയായി ഇപ്പൊ നിലനിൽക്കുന്നത് ആനയാണ്. ആനയും കാട്ടുപോത്തും. കാട്ടുപോത്തിന്റെ ശല്യം ഭയങ്കരമാണ്. ഭയങ്കര. നമുക്ക് സന്ധ്യ കഴിഞ്ഞാൽ യാത്ര പോലും ചെയ്യാൻ പറ്റത്തില്ല ഈ റോഡിൽ കിടന്ന്. അത്രയും ശല്യം. റോഡിലൊക്കെ ഇറങ്ങി നിൽക്കും. റോഡിലൊക്കെ ഇറങ്ങി വണ്ടി വരുമ്പോൾ പെട്ടെന്ന് ചാടിക്കളയും. ഇരുചക്ര വാഹനങ്ങൾ വരുമ്പോൾ അപകടമാണ്. അപകടം. ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഈ ആന ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ഇത്. ഇപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റവും മാത്രമേ ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്നുണ്ട് തോന്നുന്നു. അതുവരെ ഇങ്ങനെ നടക്കും. നിലവിലെ ഒരു ആക്ഷേപമായിട്ട് വരുന്നത് ഈ കിടങ്ങ് അല്ലെങ്കിൽ സോളാർ വേലികളൊക്കെ സ്ഥാപിക്കുമ്പോൾ ജനവാസ മേഖലയിൽപ്പെട്ട ആനകളെ തിരിച്ചു കയറ്റാതെ എടുത്തത് ഒരു പോരായ്മയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും ഒരു വൺ സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത്, ഈ കിടങ്ങെന്ന് പറയുന്നത്. ബാക്കിയുള്ള സൈഡിൽ ആന ഇങ്ങനെ കയറിയിട്ട് ഇവിടെ ഇരിക്കുക. തീറ്റി വേണ്ടി ഇപ്പൊ അങ്ങോട്ട് മലയിട്ട് കയറിപ്പാൻ ആനെക്കൊണ്ട് പറ്റുന്നില്ല. ഈ ആന ഈ താവട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. ഇത്രയും 2-3 കിലോമീറ്റർ ചുറ്റള ഇങ്ങനെ നടക്കും. മൊത്തം ആന ഇന്നാണ്ട് വരാത്ത സ്ഥലത്തൊക്കെ ആന ഇപ്പം പകൽ. അപ്പൊ ഒരു സ്ഥലത്തുള്ള തീറ്റി തീർന്നു കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് കയറുക. ഇത് മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കും. ഇപ്പൊ നോക്കി അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുക. ഈ കോഴിക്കോട്ടുകൾ എങ്ങനെ സ്കൂളിൽ വിടുമെന്നാ പറയുന്നത്? ശല്യം കാരണം രാവും പാവലും എല്ലാം ആന നടക്കുക. അതൊരു പ്രധാന വിഷയമാണ്. ഈ സ്കൂൾ അവിടുത്തെ അംഗൻവാടി തന്നെ അവർ പറയുന്നത് 10-17 പിള്ളേരുള്ളതാണ്. 4 കുട്ടികളെ വരുന്നത്. കാരണം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാനൊക്കത്തില്ല. ആന എപ്പോഴും ആന റോഡിൽ കിടക്കാണ്ട് അങ്ങോട്ട് നമുക്ക് കാണിച്ചു തരും. ആന കാണിച്ചിട്ടാ മതി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആനകൾ ഏറ്റവും കൂടുതൽ താണ്ഡവമാടിയ ഒരു സ്ഥലമാണിത്. ഒരു തെങ്ങ് മറിച്ചിട്ടിട്ട് അതിൻ്റെ കൂമ്പും വെള്ളക്കായും ഒക്കെ ഇങ്ങനെ അടർത്തി മാറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഇവിടെ മൊത്തം ഈ തെങ്ങ് മറിച്ച് തൊട്ട് താഴെയായിട്ട് കാണാൻ കാണാം. തൊട്ട് താഴെയായിട്ട് തെങ്ങ് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാണ്ട് ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ നിന്നാണ് ഇവിടെ ഒരു വൈദ്യുത പോസ്റ്റ്. ഈ തെങ്ങ് മറിച്ചിട്ട് ഈ വൈദ്യുത പോസ്റ്റിന്റെ മണ്ടയ്ക്ക്, അപ്പോൾ ഇങ്ങനെ 2 വൈദ്യുത പോസ്റ്റുകളാണ് ഇപ്പോൾ അപകടകരമായ നിലയിൽ ഉള്ളത്. ആ പോസ്റ്റ് വളഞ്ഞിരിക്കുകയാണ്. ഏത് സമയത്തും താഴെ വീഴാം എന്ന പരുവത്തിലുള്ളതാണ്. ഈ തെങ്ങ് മറിച്ചിട്ട് ഈ വൈദ്യുത പോസ്റ്റിന്റെ മുകളിൽ കൂടി കിടക്കുകയായിരുന്നു. അപ്പം KCB-ക്കാർ വന്നിട്ടാണ് ഇത് പകുതിക്ക് വെട്ടി മാറ്റിയിട്ടേക്കുന്നത്. തൊട്ട് താഴെ ഇവിടെ ഒരു സംഘം ആനകളുണ്ടായിരുന്നു. തൊട്ട് താഴെയും ഒരു സംഘം ആനകളുണ്ടായിരുന്നു. അവർ തെങ്ങ് മറിച്ചിട്ടിട്ടാണ് ഇവിടെയും തെങ്ങ് മറിച്ചിട്ടുണ്ട്. അവിടെ കവുങ്ങ് ഉൾപ്പെടെ ചില കൃഷികളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ താപ്പോട്ട് നോക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്തായി നമുക്ക് കാണാം തേക്ക്, കൂട്ടത്തോടെയുള്ള തേക്കാണ് അവിടെ മറിച്ചേക്കുന്നത്. അവിടെ ഭീകരമായ രീതിയിൽ ശരിക്ക് മരങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ വസ്തുക്കൾ കയറിയാലും ആനകളുടെ ഏറ്റവും വലിയ താണ്ഡവം നടന്ന സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പോകുന്ന കാറ് ആനകൾ തമ്പടിക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് ഇപ്പം പോകുന്നത്. തൊട്ട് പുറകിൽ നിബിഡമായ വനമാണ് അവിടെ. അപ്പം വനം വകുപ്പിന്റെ തന്നെ ഒരു വാച്ചർ പറഞ്ഞത് അവിടെ ഒരു പാറയുടെ സൈഡിലായിട്ട് ഇപ്പോഴും ആന നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ വാഹനം അതുവഴിയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ തൊട്ട് മുകളിൽ ആ നിബിഡമായ വനം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന ജനവാസ മേഖലയാണ്. മുകളിലും ഒരു റോഡിന്റെ ഇരുവശങ്ങളിലും ആൾക്കാർ താമസിക്കുന്ന, വർഷങ്ങളായി താമസിക്കുന്ന ഒരു മേഖലയാണ്. ആനയുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കുറച്ച് നാളുകൾ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മയാണിത്. നമുക്ക് അമ്മയുടെ പേരെങ്ങനെ? അമ്മേ, എന്റെ പേര് ഭാരതി. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? 72-ലല്ല, ഞാൻ എന്റെ വല്യച്ഛൻ വീട്ടിൽ തെളിച്ചതാ ഇവിടെ. അന്ന് മുതലേ ഉണ്ട്. 72 മുതൽ ഏകദേശം സ്ഥിരമായിട്ട് 75 മുതല്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 75 വർഷമായി. അന്ന് മുതലോ 75 വർഷമായിട്ട് നമ്മൾ ഇവിടെ താമസിക്കുകയാണ്. ഇത്രയും വലിയ ആനയുടെ അന്നൊക്കെ ഇത്ര ജനങ്ങൾ പോലും ഇല്ല. ഇത്ര ശല്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ബുദ്ധിമുട്ടെന്തോ, ആന വന്ന് എല്ലാം ചേനയാ പോട്ടെ. ഈ തെങ്ങെടുത്തതാ സങ്കടം. ബാത്റൂമിന്റെ കതവ് പൊളിച്ചിട്ട് പോയി. അവിടെ തൊട്ടപ്പുറത്തോട്ട് തെങ്ങുണ്ടായിരുന്നു, അത് പോയി. എല്ലാം പോയി. അപ്പൊ ഈ അമ്മ ഒറ്റയ്ക്കാണോ ഇപ്പൊ ഇവിടെ? ഞാനും ഒറ്റയ്ക്കാ. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 27 വർഷമായി. മക്കളൊക്കെ
മക്കളില്ല എനിക്ക്. ഇല്ല, ആ. നമ്മ ഒറ്റയ്ക്കാണ് താമസം. ആ. നമ്മുടെ രാത്രി ഒരു ആവശ്യം വരുവാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? ആരെങ്കിലും സഹായിക്കാനൊക്കെ ഉണ്ടോ? മരദൈവങ്ങളല്ലാതെ ആരും ആശ്രയമില്ല. ഇല്ല, ആരും ഇല്ല. സഹായിക്കാനില്ല. ആ, സഹായിക്കാനില്ല. തൊട്ട അയൽവക്കത്തൊക്കെ ആൾക്കാരും ഇല്ല. തൊട്ട് മേലത്തെ വീട്ടിലെ ആൾക്കാർ അവിടുന്ന് താമസം അവര് ഇവിടെ ഇല്ല. അവരുണ്ടെങ്കിൽ അവരുണ്ട് കാര്യം പറയാനെ കൊണ്ട്. ഉണ്ടായിരുന്നു. അവിടെ ഇല്ല, ഇപ്പൊ ആൾക്കാരില്ല, അവിടെ ആൾ താമസമില്ല. ഈ ആനയുടെ ശല്യം എത്രത്തോളം ഉണ്ട് ഇവിടെ? ഞങ്ങൾക്കിപ്പോ ആനയുടെ ശല്യം എന്ന് പറഞ്ഞാൽ പകല് പോലും ഇതിൽ പോകാൻ പറ്റാത്ത. ഒക്കത്തില്ല. പകൽ വന്നാലും ഇപ്പം ഈ ഭാഗത്ത് എവിടെങ്കിലും ആന നിൽക്കും. അപ്പൊ നമ്മൾ ഈ കിടങ്ങുകളെ എടുത്തപ്പോഴ് ഈ ജനവാസ മേഖലയിൽ പെട്ട ആനകളെ തുരുത്തി അകത്ത് കയറ്റാതെ കിടങ്ങെടുത്തത് ഒരു വലിയ പോരായ്മയായിട്ട് വലിയൊരു പോരായ്മ. ആന ഇപ്പുറത്തായി പോയി, കിടങ്ങ് അപ്പുറത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തുള്ള ആനകൾക്ക് ബാലൻസ് കിടങ്ങ് എടുത്തു വന്നെങ്കിൽ മാത്രമേ ഈ ബാലൻസ് കിടങ്ങെടുക്കുമ്പോൾ ഈ ആനകളെ തുരത്തിട്ട് വേണം കിടക്കാൻ, ഇല്ലെങ്കിൽ വീണ്ടും പ്രശ്നമാണ്. നമ്മള് ഈ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി അതെ പകലും അതെ. രാത്രിയിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ഒന്നും പറ്റത്തില്ല. നമ്മൾ ഇതുവഴി പോകാനുള്ള രണ്ട് വഴി, ഒന്ന് ചാലിയക്കര വഴിയും രണ്ട് കറവൂര് വഴിയും. ഈ രണ്ട് വഴിയും ആനകളുടെ ശല്യമുണ്ട്. ആന ശല്യം ഭയങ്കര. ഈ രണ്ട് വഴികളും ജനവാസ മേഖലയ്ക്ക് ഉള്ളിലാണ്. ഈ ആനകളും ഉള്ളിലാണ്. അതാണ് ഒരു വിഷയം. രാത്രി കാലത്ത് ഒരു ആശുപത്രി ആവശ്യത്തിന് പോകണമെങ്കിൽ പോലും ഇവർക്ക് 3 ദിവസമായിട്ട് ആന രാത്രി സ്ഥിരമായിട്ട് നിൽക്കുക. കൂട്ടത്തോടെ രാവിലെ 5 മണിയായിട്ട് ഇവിടുന്ന് ആന കൂട്ടത്തോടെ 5 മണിക്ക് ഈ റോഡ് വഴിയാ 2 ആന പോയത് ഇതുവഴി. അപ്പൊ നമ്മള് ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ റോഡ് വഴിയാണ് പുലർച്ചെ 5 മണിക്ക് ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷികൾ നശിപ്പിച്ചതിന് ശേഷം ആ ഉൾവനത്തിലേക്ക് കയറിപ്പോയത്. നമ്മൾ നിൽക്കുന്ന ഈ വഴിയാണ് ആന പോയത്. അത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ള ഈ കിടങ്ങ് 5 മണിക്കൊക്കെ ഇവിടുന്ന് ആൾക്കാർ ജോലിക്ക് പോകാൻ ഇറങ്ങുന്നത്. ഈ കിടങ്ങുകളും ഈ സോളാർ വേലികളും ഒക്കെ ഫലപ്രദമാണോ? സോളാർ വേലിയൊന്നും ഫലപ്രദമല്ല, എല്ലാം പോയി കിടക്കും. കിടങ്ങുകളും കിടങ്ങ് കുറച്ചെടുത്തത് പ്രയോജനപ്പെടുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്ന ഈ കിടങ്ങുകൾക്ക് പൊതുവെ വലിപ്പക്കുറവാണെന്നുള്ളൊരു ആരോപണവും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ നമുക്ക്. നമുക്ക് എന്നാലും കിടങ്ങുകൾ ഫലപ്രദമാകുന്ന രീതിയിൽ എടുത്താൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കിടങ്ങ് വന്ന ഭാഗത്ത് ആന ശല്യം, ആന അതിലെ പോകുന്ന വരുന്നുമില്ല. അല്ല, പക്ഷെ കിടങ്ങുകൾക്ക് വെളിയിലാണല്ലോ ഇപ്പൊ ആനകളുള്ളത്. ഇതിവിടുന്ന് വരുന്ന ആന ഇങ്ങനെ ഇറങ്ങി. അമ്മ ഈ ഇപ്പൊ നമ്മള് കിടങ്ങുകൾക്ക് വെളിയിലാണോ ഇപ്പൊ നമ്മളുള്ളത്? ഈ കിടങ്ങുകൾക്ക് പുറത്തല്ലോ. മുരളിയുടെ അവിടെ പിന്നെ കടകെടുത്തതില്ലയോ? കിടങ്ങിന് ഇവിടുന്ന് ആന കിടങ്ങിന് ഇപ്പുറത്ത് കിടക്കുന്ന ആന ഇതിലെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താന്നറിയോ? ചേട്ടൻ ഇങ്ങോട്ട് വന്നു. ചേട്ടനോട് പറഞ്ഞതിനകത്തൊരു പ്രധാന കാര്യം എന്തെന്നറിയോ? ഈ അവിടെ കിടങ്ങെടുത്തു, പക്ഷെ ഈ കിടങ്ങെടുക്കുന്ന സമയത്ത് കുറച്ച് ആനകൾ ഇപ്പുറത്തായി പോയി. ആ ആനകളാണ് ഇപ്പൊ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിടങ്ങിന് പുറത്തുള്ള പെട്ടുപോയ ആനകളുണ്ട്. ആ ആനകളാണ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലേ പിന്നീട് അവിടുന്ന് ആനയ്ക്ക് വരാനുള്ള സാഹചര്യം ഉണ്ട്. എന്നാലും ആന ഈ കിടങ്ങ് എടുത്തപ്പോ ഇവിടെ ഉള്ള ആന ഇവിടുന്ന് പോയിട്ടില്ല. നിലവിലെ നമ്മുടെ ഈ അംഗൻവാടിയില് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ അംഗൻവാടിയിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ആനയെന്ന് പറഞ്ഞാൽ ഈ പട്ടിയും പൂച്ചയും കാണുന്ന ഒരു രീതിയിലായേക്കുക. അപ്പം ഏത് സമയത്ത് ഇത് വരും എന്നുള്ളത് പറയാൻ പറ്റാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ അമ്മമാര് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കൊണ്ടുവരുമ്പം ഇനി പേടിയാവും. ഇങ്ങനെ ഒക്കെയുള്ള സാഹചര്യം ആയതുകൊണ്ട് പേടിയാ. പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് ഒരു ബസ്സേ ഉള്ളൂ. അപ്പൊ രാവിലെ കുഞ്ഞുങ്ങൾ പോകണമെങ്കിൽ ട്യൂഷനും മറ്റേ സ്പോർട്സ് കായിക ഇതൊന്നും പറ്റത്തില്ല. അന്നേരം രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകണമെങ്കിലും ഈ 6:30-ക്കൊക്കെ ട്യൂഷന് പോകണമെങ്കിലും ഒന്നും പറ്റാത്ത സാഹചര്യം. അംഗൻവാടി വിദ്യാർത്ഥികൾ അല്ലാതെ തന്നെ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ആകെ ഉള്ളത് 2 വഴിയാണ്. ഒന്ന് ചെറുകടവ് ചാലിയക്കര വഴിയും മറ്റൊന്ന് കറവൂർ വഴിയും. ഈ 2 വഴി പോയാലും ആനയുടെ ശല്യമുള്ള പ്രദേശമാണ്. വാഹനങ്ങളില്ലെങ്കിൽ ഇരുചക്ര വാഹനത്തിൽ പോലും കുട്ടികളെ കൊണ്ട് സ്കൂളിൽ എത്തിക്കാൻ കഴിയത്തില്ല. അവർ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുടങ്ങുന്ന ഒരു വലിയ നിലയിലാണ് ഇപ്പം കാര്യങ്ങളുടെ പോക്ക്. അംഗൻവാടി കുട്ടികളുടെ സ്ഥിതിയും അത് തന്നെയല്ലേ? അത് തന്നെ സാറേ. അതെല്ലാം ഞങ്ങളുടെ ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങണം, തിരിച്ചു വരണം, 7 മണിക്ക് വരണം, അല്ലെങ്കിൽ 6:30-ക്ക് വരണം. ഇപ്പൊ വീട്ടിൽ ഒരാളുണ്ട്, ഈ വീട്ടിൽ നിന്ന് അവിടെ പോയി വരുന്നിടം വരെ വീട്ടിലുള്ളവരും സുരക്ഷിതരല്ല, ഈ പോകുന്നവരും സുരക്ഷിതരല്ല. ഈ വയനാട് ദുരന്തത്തിന്റെ കൂട്ട് തന്നെ അവിടെ ഉരുൾപൊട്ടൽ അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് വന്നിട്ട് തിരിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം. കുട്ടികൾ അങ്ങോട്ട് പോയി വൈകുന്നേരം കുഞ്ഞുങ്ങളെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരണമെങ്കിലും ഈ ഭീഷണി തന്നെ നിലനിൽക്കുക. തിരിച്ച് നമ്മളെ വീട്ടിൽ ഉള്ളവരും മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്. മുറ്റത്ത് തന്നെ വന്ന് കുട്ടികളെ തിരിച്ച് വീട്ടിൽ വരുന്നോളം വരെ നമുക്ക് പേടിയാ. നമ്മുടെ വീട്ടിൽ നിന്ന് വിളിക്കാൻ പോകുന്നവര് സുരക്ഷിതരല്ല. അപ്പൊ ഇതിലേ കൂടെ വരുന്നത് എങ്ങനെ വരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം പിന്നെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒറ്റപ്പെട്ട മേഖലയായിട്ട് ജോലി ചെയ്യാൻ സ്ത്രീകളൊക്കെ പുറത്തോട്ട് പോകും. അവർക്കും വീട്ടിൽ വന്നു ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിധവകള് അങ്ങനെ ആർക്കും ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ചുരുക്കം പറഞ്ഞാൽ നിലവിൽ നമുക്ക് ജീവന് സുരക്ഷിതമില്ലാത്ത നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമമായത്. എല്ലാ തരത്തിലും നല്ല ശുദ്ധവായു, ജലം എല്ലാം ഉണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങൾ നിലവിൽ ഏറ്റവും ടീച്ചർ ഇവിടെ ജനിച്ചു വളർന്ന വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് എത്ര വർഷമായിട്ടുണ്ട്? ഇവിടെ വന്നിട്ട് 18 വർഷമായി. അന്നൊക്കെ കാണാത്ത ഏറ്റവും വലിയ പ്രശ്നങ്ങളെ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ ഞങ്ങളുടെ ഗ്രാമം ഏറ്റവും നല്ല സമ്പൽ സമൃദ്ധ ഐശ്വര്യം ഒക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ചുറ്റും പച്ച
പച്ചക്കറി കൃഷികളും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ വിളവെടുപ്പ് നടത്തി ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം ഒരു എത്ര വർഷത്തോളമായി കാണും ഈ ആനയുടെ ശല്യം ഇവിടെ? ആനയുടെ ശല്യം ഇപ്പം ഭയങ്കരമായിട്ട് അതിക്രമിച്ചിട്ട് ഒരു 3 വർഷമായി ഇത്രത്തോളം 3 വർഷത്തിനകത്ത്. രൂക്ഷമായത്. പിന്നെ റീബിൽഡ് പരിപാടി നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുരന്തമായത് അത് തന്നെയാണെന്ന് പറയാൻ പറ്റും സാറേ. കാരണം കുറച്ചു പേര് രക്ഷപ്പെട്ടെങ്കിലും ബാക്കിയുള്ളവരെല്ലാം ഇതിന്റെ അകത്ത് അപ്പൊ പെട്ടുപോകുക. ഈ ഒഴിഞ്ഞു പോവാതെ ഉള്ളവര് ആ. അക്ഷരാർത്ഥത്തിൽ പെട്ട ഒരവസ്ഥയാണ്. പെട്ട അവസ്ഥയാന്ന് വെച്ചാൽ 4 സെന്റിനും 5 ഏക്കറിനും ഒരേ നിലവാരത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തന്നെ നമുക്ക് ചോദ്യചിഹ്നമായിട്ടിരിക്കുക. എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാതായി. നമ്മൾ നിൽക്കുന്ന മണ്ണിൽ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയായിരിക്കുന്നു. നമുക്ക് നാളെ എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യം. ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിലോ പഠിപ്പിക്കണമെങ്കിലോ ഒന്നും ഒരു രീതിയിലും നമുക്ക് അല്ല, നിലവിൽ ഇവിടെ ഉള്ളവർക്ക് നമുക്ക് ധനസഹായങ്ങളൊന്നും നമ്മുടെ വസ്തുവിന്റെ പുറത്തെടുക്കാൻ പറ്റുന്ന സ്ഥിതിയല്ലേ ഉള്ളത്? ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ 4 സെന്റും ഇപ്പം വീട്ടിൽ 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ 15 ലക്ഷം രൂപയുള്ളൂ. അല്ലാതെ ഒരു കുടുംബത്തിന് 15 ലക്ഷം. അപ്പൊ ഞങ്ങളിപ്പോ 3 ഏക്കറോ 1 ഏക്കറോ 2 ഏക്കറോ ഉള്ളവരെല്ലാം ഈ പണ്ട് തൊട്ട് ഈ മണ്ണിനോട് മണ്ണടിച്ച് ഇങ്ങനെ കൃഷിയൊക്കെ നടത്തി കാലാകാലങ്ങളായി വർഷങ്ങളോളം കഷ്ടപ്പെട്ട വയസ്സായവരാ ഇവിടെ ഇവിടെ ഒരു കഴിയുന്നത്. ജീവിതം കെട്ടിപ്പടുത്തവരെല്ലാം ഇപ്പം അനാഥമായി അനാഥമായി കിടക്കുക. അതുകൊണ്ടൊപ്പമാണ് ഈ മൃഗങ്ങളുടെ ശല്യം. ശല്യം ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ജീവിതത്തിൽ പെട്ടുപോയി. ഭയങ്കര പെട്ടുപോയി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കാലം ഇനിയുള്ളത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ചോദ്യചിഹ്നമായിട്ട് കുട്ടികളുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കാരണം റീബിൽഡ് കേരളയുടെ ഒപ്പം തന്നെ ഇരുട്ടടി പോലെയാണ് ഇപ്പൊ കഴിഞ്ഞ 3 വർഷമായിട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീതി. ആന ടീച്ചർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അംഗൻവാടിയുടെ മുറ്റത്ത് പട്ടിയും പൂച്ചയും കളിച്ചു നടക്കുന്നത് പോലെ കാട്ടാനകൾ വന്ന് നിൽക്കുകയും അത് കണ്ട് കുട്ടികൾ ജീവിക്കേണ്ട ഒരു സാഹചര്യവുമാണുള്ളത്. ഇത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ തെന്മല പഞ്ചായത്തിൽ 1-ാം വാർഡിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള അംഗൻവാടി ഇതാണ്. അതായത് പഞ്ചായത്തിലും മറ്റധികൃതർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ ഇപ്പൊ ഈ നിലവിലത്തെ അവസ്ഥയിൽ ഭയങ്കരമായിട്ട് നമുക്ക് നാളേക്ക് എന്ന് പറയുന്നത് ഒരു 2-3 കുട്ടികളെ കൂടുതൽ വരുന്നില്ല. ഇപ്പൊ വരുന്നില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം 6 കുട്ടികൾ 4 കുട്ടികൾ 3 കുട്ടികൾ. ഇനി ഇങ്ങനെയാണെങ്കിൽ വൈകുന്നേരം അമ്മമാരെ വിളിച്ചോണ്ട് പോകാൻ ബുദ്ധിമുട്ടാ. പിന്നെ നമുക്ക് വനം വകുപ്പിൽ നിന്ന് വിളിക്കുമ്പോഴൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യ സമയങ്ങളിൽ അവർ വന്ന് ഫോറസ്റ്റിൽ നമുക്ക് 24 മണിക്കൂർ വിളിക്കാൻ പറ്റത്തില്ല. അവര് വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭാവിയിൽ നാളത്തേക്ക് ഭീഷണി തന്നെ സാറേ. ഞങ്ങൾ വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കുന്നത്. അപ്പൊ ഇതിന്നൊരു മാറ്റം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. നല്ലൊരു ഗ്രാമത്തിന്റെ ശോചനീയാവസ്ഥ മാറ്റി തന്നാൽ ഞങ്ങൾ ഒരുപാട് പേര് ഇതുകൊണ്ട് ജീവിക്കുന്നവരാ. ഇവിടം കൊണ്ട് ഈ കൃഷി ടാപ്പിംഗ് ചെയ്തതും അല്ല ഇവിടം കൊണ്ട് ജീവിക്കുന്നവരാ. ഞങ്ങൾ ഈ മണ്ണ് കൊണ്ട് ജീവിച്ചവരാ. തുടർന്നും അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. അപ്പം ഈ ഭീഷണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് അതാണ് നമ്മളൊരു ആവശ്യം. വളരെ മാത്രം പ്രസക്തമായ ഒരു ആവശ്യമാണ് ഈ അധ്യാപിക വരും തലമുറയെ ചൊല്ലിക്കൊടുത്ത് വലുതാക്കുന്ന നേർവഴിക്ക് നടത്തി വലുതാക്കുന്ന ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അംഗൻവാടിയാണ്. ഇവിടെ ഈ കുട്ടികളുടെ ആ നല്ല ഭാവിക്കുള്ള ഒരു കരുതൽ ഇവിടെ നിന്നേ ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് ഈ അധ്യാപിക നമ്മളോട് വെച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് വനം വകുപ്പിനോടും സംസ്ഥാന സർക്കാരിനോടും പുനലൂർ മണ്ഡലമാണിത്, പുനലൂർ MLA ഉൾപ്പെടെയുള്ളവരോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അടിയന്തരമായി ഈ കിടങ്ങുകൾ ഒരു വശത്ത് മാത്രം ഉണ്ട് എന്നുള്ളത് 2 വശത്ത് കൂടി ഉണ്ടാക്കണം. ഒപ്പം തന്നെ വന്യമൃഗ ഭീഷണിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള അടിയന്തരമായ സത്വര നടപടി കൂടെ ഉണ്ടാകണം എന്നാണ് ഞങ്ങളും അഭ്യർത്ഥിക്കുന്നത്. ഇതോടെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.